യെസ്, ഗൗതം വളരെ കൃത്യമായി തന്നെ ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു. VS അച്യുതാനന്ദൻ, നമ്മുടെ വെള്ളാപ്പള്ളി നടേശൻ, മമ്മൂട്ടി, ജസ്റ്റിസ് KT തോമസ്, അതിനേക്കാൾ ഉപരി നമുക്കൊക്കെ വലിയ അഭിമാനവും സന്തോഷവും നൽകുന്ന നമ്മുടെ നാരായൺജി, അങ്ങനെ ഒരുപാട് മലയാളികൾക്ക് പത്മ പുരസ്കാരം ലഭിച്ചപ്പോൾ പിണറായി വിജയൻ മുഖ്യമന്ത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഒരു രീതിയിലുള്ള നമ്മുടെ മുഖ്യമന്ത്രിയാ ഒരു പ്രതികരണം പോലും ഉണ്ടായിട്ടില്ല. CPM-ന് VS-നെ പോലെ എത്രയും വലിയൊരു പ്രൊമനന്റ് ലീഡർക്ക് രാജ്യം ആദരിച്ചപ്പോൾ CPM-ന് അത് വേണ്ട. BJP ഇന്ത്യ ഭരിക്കുന്ന കാലത്ത് 2022 ബുദ്ധദേവ് ഭട്ടാചാര്യക്ക് പത്മ പുരസ്കാരം നൽകിയപ്പോൾ പാർട്ടിക്ക് വലിയ വെപ്രാളായിരുന്നു. പത്മ പുരസ്കാരങ്ങളൊക്കെ ഇപ്പോൾ അർഹതയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്നത് അത് തന്നെയായിരുന്നു. അതിന് മുമ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പൈസ കൊണ്ട് പോയി മേടിച്ചുകൊണ്ട് വരുന്ന ഒരു സംഭവം 14 മുൻപ്. പക്ഷേ നമ്മുടെ നാടിന്റെ സാഹചര്യങ്ങളെല്ലാം മാറി 2014 ശേഷം. തീർച്ചയായും. അല്ലെങ്കിൽ ഞാനിന്ന് ബഹുമാനപ്പെട്ട ഗവർണർ ഈ വിഷയം എടുത്തു പറഞ്ഞപ്പോൾ അദ്ദേഹം എത്ര ആത്മാഭിമാനത്തോടു കൂടിയാണ് ഇത് പറയുന്നത്, അല്ലെ? ഒന്ന് ആലോചിച്ച് നോക്കൂ. പറയുമ്പോൾ അദ്ദേഹം ഗോവക്കാരനാണ്, എന്നാലും നമ്മുടെ സ്റ്റേറ്റിന്റെ ഗവർണറെ നമ്മുടെ മലയാളികൾക്ക് വലിയ രീതിയിൽ തന്നെ ഒരു അഭിമാനമായ ഒരു സാഹചര്യമാണ് ഉണ്ടായത് പറയുമ്പോൾ. ഭാരതത്തിന്റെ ഓരോ ഭാഗങ്ങളിലും റിപ്പബ്ലിക് ദിന ആഘോഷങ്ങൾ പുരോഗമിക്കുകയാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകർ കാണുന്നത് സെൻട്രൽ സ്റ്റേഡിയത്തിൽ കേരളത്തിലെ പ്രധാനപ്പെട്ട ചടങ്ങ് നടക്കുന്നത് അവിടെയാണ്. മുഖ്യമന്ത്രിയെയും ഗവർണറെയും ഒക്കെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. വീണ അവിടെ ഉണ്ട്, നമുക്ക് വീണയിലേക്ക് പോകാം. വീണ, എത്രത്തോളം പ്രൗഢഗംഭീരമായ ചടങ്ങാണ് സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടക്കുന്നത്? ഇനിയും എന്തൊക്കെ ചടങ്ങുകൾ അവിടെ ശേഷിക്കുന്നുണ്ട്? മറ്റു വിശദാംശങ്ങൾ പറയും. സംസ്ഥാനത്ത്, അതായത് തിരുവനന്തപുരത്താണ് റിപ്പബ്ലിക് ദിന ആഘോഷങ്ങളുടെ പ്രധാന വേദി ആകുന്നത്. സെൻട്രൽ സ്റ്റേഡിയത്തിലാണ് പരിപാടി നടക്കുന്നത്. ഈ പരിപാടിയിൽ മുഖ്യമന്ത്രി പങ്കെടുക്കുന്നു, ഒപ്പം തന്നെ ഗവർണറടക്കം പങ്കെടുക്കുന്നുണ്ട്. സംസ്ഥാനത്തെ തിരുവനന്തപുരം ജില്ലയിലെ 2 മന്ത്രിമാരായ V ശിവൻകുട്ടി, GR അനിൽ, MLA-മാർ അടക്കം ഈ ഒരു ചടങ്ങ് വീക്ഷിക്കാൻ ഇവിടെ എത്തിയിട്ടുണ്ട്. രാവിലെ 9 മണിക്ക്, കൃത്യം 9 മണിക്ക് തന്നെ ഗവർണർ എത്തുകയും ഒപ്പം തന്നെ പതാക ഉയർത്തുകയും ചെയ്തതോടുകൂടിയാണ് റിപ്പബ്ലിക് ദിന പരിപാടിക്ക് തുടക്കമായത്. പരിപാടിയെ വീക്ഷിക്കുവാനായി എത്തിയിട്ടുണ്ട്. സായുധ സേനകളുടെ പരേഡുകളും നടന്നു. ഭാരതീയ കരസേനയാണ് ആദ്യം എത്തിയത്. തുടർന്ന് വ്യോമസേന, ആന്ധ്രാപ്രദേശ് സ്റ്റേറ്റ് പോലീസ്, അതുപോലെ തന്നെ മലബാർ സ്പെഷ്യൽ പോലീസ്, ഇന്ത്യൻ റിസർവ് ബറ്റാലിയൻ, കേരള സായുധ വനിതാ പോലീസ് എന്ന് തുടങ്ങിയ വിവിധ സായുധ സേനകളുടെ പരേഡിനെ ഗവർണർ അഭിവാദ്യം ചെയ്തു. തുടർന്നാണ് ഗവർണർ സന്ദേശം, അതായത് റിപ്പബ്ലിക് ദിന സന്ദേശം ആരംഭിച്ചത്. ആദ്യം തന്നെ ആശംസകൾ നേർന്നു സംസ്ഥാനത്തിന്. തുടർന്ന് കഴിഞ്ഞ ദിവസം ലഭിച്ച പത്മ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചിരുന്നു. ആ പത്മ പുരസ്കാരങ്ങൾ ലഭിച്ച എല്ലാവരെയും അഭിനന്ദിച്ചു ഗവർണർ. അതിൽ ഏറ്റവും എടുത്തു പറയാനുള്ളത് VS അച്യുതാനന്ദനെയാണ്. അദ്ദേഹം ആദ്യം അഭിനന്ദിച്ചത്. രാഷ്ട്രീയ സാമൂഹ്യ മേഖലകളിൽ VS ഒരു രാഷ്ട്രീയ പാരമ്പര്യം തീർത്തുവെന്ന് അദ്ദേഹം പറഞ്ഞു. ഒപ്പം തന്നെ VS-ന് പുരസ്കാരം നൽകിയതിൽ താൻ കേന്ദ്രത്തോട് നന്ദി പറയുന്നു എന്നും അദ്ദേഹം വ്യക്തമാക്കി. വന്ദേ മാതരം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ഹൃദയമെടുപ്പാണെന്ന് കൂടി അദ്ദേഹം വ്യക്തമാക്കി. കൂടാതെ തന്നെ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യം കൂടിയുണ്ട്, നിയമസഭാ തിരഞ്ഞെടുപ്പ്. ആ തിരഞ്ഞെടുപ്പിൽ എല്ലാവരും തങ്ങളുടെ വോട്ടവകാശം അത് കൃത്യമായി തന്നെ സമ്മതിദാന അവകാശം ഉപയോഗിക്കണമെന്നും എന്താണ് നമുക്ക് വേണ്ടതെന്ന് നമ്മൾ തീരുമാനിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. 100% പോളിംഗ് ആണ് ഉണ്ടാകേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കേന്ദ്രവും സംസ്ഥാനവും ശത്രുക്കളല്ല, നമ്മൾ ഒന്നിച്ചു പോകണം. ഒരുമിച്ച് പോയാൽ മാത്രമേ വികസിത ഭാരതം എന്ന സ്വപ്നം അത് യാഥാർത്ഥ്യമാക്കാൻ സാധിക്കുകയുള്ളൂ എന്നും ഗവർണർ പറഞ്ഞു. ഇപ്പോൾ പരേഡുകൾ, വിവിധ സായുധ സേനകളുടെ പരേഡുകൾ പിരിഞ്ഞു പോയതിനു ശേഷം സ്കൂൾ വിദ്യാർത്ഥികൾ ആലപിക്കുന്ന ദേശഭക്തി ഗാനങ്ങൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. ഗൗതം.